നമുക്ക് സ്പൂണിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ഒരു പീസ് എടുക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ദിവസമായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ ആ പ്ലാനിങ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊരു ദിവസം കൂടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ 4 ഫ്രണ്ട്സും കൂടി. ഫാമിലി പാക്ക് ഉണ്ടോ? ഞാൻ നമ്മളുടെ ഇക്കയുടെ കടയിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഗ്രൂപ്പിൽ ഇട്ടിടാം. ഞാൻ ദേ ഇറങ്ങി ഗൈസ്. ഇന്ന് സാധാരണ എപ്പോഴും ഞാനാണ് ലേറ്റ് ആവാറുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞതിലും ഒരു അരമണിക്കൂർ മുന്നേ എന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഹോൺ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഇപ്പം തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ നിന്നു, പക്ഷെ തുറന്നില്ല. ഞാനത് തുറക്കാൻ പോണ എൻ്റെ ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. അറിയോ ഇത് ആരാ? അതെയാ, വാ കേറ്. ഞാനിപ്പോ തന്നെ വന്നായിരുന്നു. അതെ, ഞാൻ തന്നെ ഡോറ് ഗേറ്റൊക്കെ തുറന്നകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേ നമ്മളുടെ കുഞ്ഞുവാവ റോഷയുടെ വാവ അവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി 2 പേരുണ്ട്, ഞങ്ങൾ 4 പേരാണ് ഗൈസ്. അപ്പോൾ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് റോഷൻ എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് വെച്ചിട്ട് പഴം എടുത്ത് പൊളിച്ചതേ ഇങ്ങനെ കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും വെറുതെ ഇരിക്കണല്ലോ, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ച്. അതെ, ബെല്ലടിച്ചിട്ടുണ്ട്. അടുത്ത ആള് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, കം ഓൺ, വെൽക്കം. അങ്ങനെ അയന് വന്നു. എന്നിട്ട് ഒരാൾ മിസ്സിങ് ഉണ്ട്. ആള് പിന്നെ വന്നേക്കാം, നിങ്ങൾ പയ്യെ നടന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി പുറത്തിറങ്ങിയിട്ട് വേറെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ട്രിപ്പൊക്കെ ഞങ്ങൾ വലിയ ട്രിപ്പുകളാണ് പ്ലാൻ ചെയ്ത് വെച്ചത്, പക്ഷെ ഒന്നും നടപ്പിലാകുന്നപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ കൂടാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ ചെറിയ സന്തോഷങ്ങൾ. വലിയ സന്തോഷങ്ങളും വലിയ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ചിറയുണ്ട് കേട്ടോ. ചിറയെന്ന് തന്നെയല്ലേ പറയാതെ തന്നെ ചിറയുണ്ട്. അപ്പം അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഗ്ലറിയും വന്നിട്ടുണ്ട് കേട്ടോ. നേരെ അങ്ങോട്ട് വന്നു ആള് വണ്ടിയായിട്ട്. ആള് കുഞ്ഞു ഉണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മഴയില്ലായിരുന്നതുകൊണ്ട് തന്നെ ചിറയുടെ ഭംഗിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് വർത്തനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ നോക്കണത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ സ്പോട്ട് നോക്കി ഒരു സ്ഥലമെത്തി. അങ്ങനെ അയനയുടെ ഞങ്ങൾ സിംഗിൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ വേണ്ട? ഞങ്ങൾ ഓരോ ഫോട്ടോയ്ക്കും ഓരോരോ കഥകളുണ്ട് കേട്ടോ. ഓരോ കഥ പറഞ്ഞ് ഞങ്ങളെപ്പോഴും ചിരിക്കാനും കളിയാക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു വൈബിന്റെ, ഞങ്ങളുടെ ഒരേ ഒരു വൈബിന്റെ കാരണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ സിംഗിൾ ഫോട്ടോ കഴിഞ്ഞപ്പോൾ എൻ്റെ ഓരോ സിംഗിൾ വീഡിയോ ആക്കിയിട്ടാ. ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇവിടെ വൃത്തം കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കളിച്ചിരിയോടുകൂടിയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് എത്തിയിട്ടാ. വന്നതേ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. ഇനിയാണ് നമ്മളെ പരിപാടിയും പണിയൊക്കെ എല്ലാം തുടങ്ങണം. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോവാണ് ഗൈസ്. എന്തിനാന്നല്ലേ, ഞങ്ങൾ ഇനി ഒരു റീൽ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒന്നിക്കാറില്ലല്ലോ, ഒന്നിച്ചുള്ള സമയത്ത് ഓരോരോ റീൽസ് ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും വർത്താനത്തിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കഴിച്ചും കുടിച്ചൊക്കെ ഇരിക്കാം. അപ്പൊ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പെപ്സി അല്ല കോളയ്ക്ക് 2 ചിയേഴ്സും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നമ്മളുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പത്തേ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്യാമറമാൻ കുറച്ച് മോശമായിട്ട് വരുന്നുണ്ട്. ഞാൻ പക്ഷേ സാറിലെ ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ശരിയാവോന്ന് നോക്കി നോക്കാം. എന്റെ പൊന്നു ദൈവമേ, ഇതിനെല്ലാം എനിക്കൊരു ഓൺ വോയിസ് തന്നെ കൊടുക്കണം. അല്ല, ഓൺ വോയിസ് അല്ല, ഞാൻ അവിടെ പറയുന്നത് മാത്രം കേൾക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പുറത്ത് TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്തോ മ്യൂസിക് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ ഒന്നും പേടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ എന്റെ വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടക്ക് വീണ്ടും ഞങ്ങളുടെ കൂട്ടത്തിലെ 2 പേരെ കാണാണ്ടായിട്ടാ. അപ്പൊ ഞങ്ങളുടെ EP അണ്ട വാങ്ങിച്ചാണ്. EP ഫാമിലി പാക്ക് 2-3 തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫേഴ്സ് അങ്ങോട്ട് പോയി. അപ്പൊ നമുക്ക് എന്തായാലും ചട്ടി ചൂടാക്കിട്ട് അതിനിടക്ക്
നിൽക്കരുത് കഴിയാം. ആളിവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടേക്കണോണ്ടില്ലേ ഒരു തരി ഇത് ഇവിടെ വെക്കാനായിട്ട് ഒരു പേടിയാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് നോക്കി ഫുള്ള് ക്ലീൻ. ഇത്രയും ഞാനാണല്ലോ ഒന്ന് അലമ്പാക്കിയിട്ടേക്കണേട്ടാ. ചായ ഇളക്കാം, നന്നാക്കിട്ട് ഇളക്കാം. ചിലപ്പോ നിങ്ങൾ ഉണ്ടാക്കണ എങ്ങനെയായിരിക്കില്ല, ഞാൻ വളരെയധികം ആധുനികമായ രീതിയിലാണ് ഞാൻ മുട്ട വറുക്കുന്നത് കേട്ടോ. നമ്മുടെ മുട്ട ചിക്കി വറുത്തത് റെഡിയായി വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നമ്മളുടെ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. പുറത്ത് നല്ല മഴ കേട്ടാ. ഇല്ല കഴിച്ചില്ലടാ. അച്ചാർക്ക ഉണ്ടാക്കുന്ന വായിൽ വെള്ളം വരും. അത് മനസ്സിലായി. മറ്റേ നമ്മുടെ അപ്പുറത്ത് ടി വി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പൊ കോപ്പിറൈറ്റ് കിട്ടുമോന്നറിയില്ല. വളരെ നീങ്ങിക്കാം. എനിക്ക് ആദ്യം കിട്ടിയത് ഈന്തപ്പഴം കറിനാരങ്ങ അച്ചാറിട്ടത്. സൂപ്പർ ആട്ടോ, അടിപൊളി. അപ്പൊ നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് ആവുന്നു. അത് ഞാൻ പ്രത്യേക മസാലകൾ ഇട്ട് എന്റേതായ സീക്രട്ട് ആയിട്ടുള്ള ഒരു മുട്ട വറുത്താണ്. സീക്രട്ട് റെസിപ്പിയാണ്. കൊള്ളാന്നല്ലേ? അതല്ല അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയി. ഇത് കണ്ട കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണേ. നോക്കട്ടെ, നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുറച്ചുകൂടി വെള്ളം വേണ്ടേ? ഓക്കെ, സെറ്റ്. ഇപ്പൊ നമുക്ക് ഇതിനകത്തിരുന്ന് കുടിക്കാവുന്നത്ര വെള്ളവും വലിയ കടച്ചെമ്പും പോലെ തോന്നുന്നുണ്ടാ. ഇനി ഇത് വേവാനുള്ള ഒരു കാത്തിരിപ്പ്. ബാക്കിയുള്ള രണ്ടുപേരും ഇവിടെ ഇല്ല കേട്ടാ. ഫുഡടിക്കാൻ നേരം വെള്ളം മതിയല്ലേ? വെള്ളം മതി. ഞങ്ങൾ ഡ്രൈ ആയിട്ട് ചെയ്യണം. അതല്ലേ? എനിക്ക് പക്ഷെ എന്താന്ന് പറയുമ്പോ കുറച്ചുകൂടി ഇങ്ങനെ ജ്യൂസി പോലെ, അതായത് ഇങ്ങനെ കുറച്ച് സൂപ്പ് പോലെ പക്ഷേ അങ്ങനെയല്ലേ കൊച്ചി നേരെ തിരിഞ്ഞു. പിന്നെ അവനിത് കൊടുത്തിട്ടില്ല, എന്നാലും കുറുക്കൊക്കെ കുറച്ച്. നല്ല കലക്ക് മഴയല്ലേ? നല്ല ചൂട് നൂഡിൽസും നല്ല മഴയും അടിപൊളി കോമ്പിനേഷൻ. അടുപ്പത്ത് നൂഡിൽസ് വെച്ചിട്ട് നൂഡിൽസ് വെച്ച് ഞങ്ങൾ നൈസായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. മറന്നുപോയി. അവസാനം ഒന്നുകൂടി താമസിച്ചില്ലേ മുറിച്ചെടുക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പാർട്ടി കേക്ക് ആയിട്ട് എടുക്കായിരുന്നു. നമുക്ക് കുറച്ച് നേരം നമ്മോട് പോയി വർത്താനം പറഞ്ഞിരുന്നല്ല. നമ്മള് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നേ. പുറത്ത് ഭയങ്കര മഴയായിരുന്നു കാരണം ഒന്നും കേൾക്കണില്ല അല്ലേ? നല്ല മഴ വരുമ്പോഴത്തേക്കായിട്ട് നമുക്ക് പൊടികൾ ഓരോന്നോരോന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ പേടിയാണ്. ഇവിടെ ചെറുതുപോലെ താഴെ വീണം ക്ലീൻ ആക്കേണ്ടി ഒരു നമ്മള് കാക്കിയത് സംഭവം. ക്യാമറ ഒക്കെ എടുക്കണ്ടെങ്കിൽ ഇവിടെ വീഴുമ്പോ ആളുടെ നെഞ്ചിനും കൂടിയാണ്. ഒറ്റ പാക്കറ്റ് ആയിട്ട് മതിയായിരുന്നല്ലേ എനിക്കിനകത്ത്?
കിച്ചണിൽ ഞങ്ങൾ നല്ല പണിയിലായിരുന്ന സമയത്ത് ജയിക്കു ബേബി വരണുണ്ട് കേട്ടോ. ഒരു സാധനവും ഇങ്ങനെ നീക്കിക്കൊണ്ട് വരണുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, അതുകൊണ്ട് തൽക്കാലം പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. ചെറുതായിട്ട് പണി പാടിണ്ടാവുന്നത് മറ്റേ ക്രോണിക് ബാച്ചിലറിൽ ശ്രീകുട്ട നമുക്ക് പുട്ടന്നെ വേണോ എന്നുള്ള ഡയലോഗില്ലേ, നമുക്കിത് ഒരേ ഇല എടുത്ത് അതിനകത്ത് അടയാക്കുന്ന പോലെ ആയി, അട പോലെ ആയിട്ടുണ്ട് കേട്ടോ. റോഷന കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് വരത്തില്ല. ഓക്കെ അല്ലേ? തിളക്കുമ്പോ തന്നെ ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പിടിച്ചാൽ അതിന് നമുക്ക് ഒരു ഐറ്റം കൂടി ഇടാനിട്ട് അതിനകത്തേക്ക് ഭാഗ്യം നമ്മള് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യായിരുന്നു. പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ അല്ലേ? ഫ്രൈഡ് റൈസ് അല്ലേ? ഓക്കെ. നമ്മളെ ബാക്കി ടീംസിലൊന്നും കാണാനില്ല കേട്ടാ. ആളപ്പൊ തന്നെ ഓടിയിട്ടുണ്ട് അല്ലേ? എന്നാ വീട്ടമ്മ പിണങ്ങുന്നു ഗൈസ്, കാരണം എന്തോരമാണ് വീസ് ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ക്യാമറ എടുത്തപ്പോഴേക്കും ക്യാമറമാനെ കണ്ണുരുട്ടി പേടിപ്പിക്കണായിരുന്നു. അങ്ങനെ ഫൈനലി ഇതേ നമ്മളുടെ അടയെന്ന് പറയാം നമുക്കിനി. ഇതൊരു പ്രത്യേകതരം അടയാണ്, കാരണം നമ്മള് കിടവൊക്കെ അല്ലേ, അപ്പൊ കർക്കിടകത്തിന് പറ്റിയ ഒരു പ്രത്യേകതരം അടയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക അട, പലവിധ പ്രോട്ടീനും എല്ലാവരും മരുന്നൊക്കെ പോലെയുള്ള ഏകദേശം ഒരു എന്താ പറയാ ഒരു കർക്കിടകത്തിന് പറ്റിയത്. നല്ല മഴയുണ്ട്, അപ്പൊ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേര് വരാണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തണുക്കാം, നമുക്ക് കേക്കായിട്ട് കഴിക്കാം. അത് കർക്കിടക കേക്ക് പോലെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ നമ്മൾ എങ്ങനെ വന്നാലും തണുത്താലും ചൂടാണെങ്കിലും നമുക്ക് മുറിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് ആയിരിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് റോഷന, ഇത് തികച്ചും എന്റെ കുഴപ്പമല്ല. ഒന്നാമത്തെ ചട്ടി, പല്ലിക്കാട്ടെ ചട്ടി. ആ ചട്ടിയില് ഒരുപാട് സ്ഥലമുണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് പൊട്ടിക്കാനായിട്ട് കത്രിക അന്വേഷിച്ചു. ചോദിച്ചാ പിണങ്ങോലോ എന്ന് വിചാരിച്ചിട്ട്, സീരിയസ് ആണ്, ചോദിച്ചാ പിണങ്ങോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പല്ലുകൊണ്ട് തന്നെ കടിച്ചു പൊട്ടിച്ചു. അപ്പൊ തന്നെ ഫസ്റ്റത്തെ പറയാ ഷേപ്പ് പോയി. ഷേപ്പ് നഷ്ടപ്പെട്ട പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ. എന്നാലും സംഭവം നമ്മുടെ കർക്കിടക നൂഡിൽസ് അല്ല കർക്കിടക നൂഡിൽസ് അട റെഡി ആയിട്ടുണ്ട് കേട്ടാ. ബാക്കിയുള്ളവരോട് വിളിച്ച് കാണിക്കട്ടെ കേട്ടാ. കഴിക്കാം. കട്ടിയാൻ പോലും പറ്റണം. ഓക്കെ, റോഷന എന്തൊരു ടേസ്റ്റ്. പക്ഷേ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ എടുക്കണോന്നേ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് ഇത്രയായിട്ട് എടുക്കാം, കാരണം നമ്മൾ അടയാണല്ലോ. എന്തൊരു ടേസ്റ്റ്, സൂപ്പർ. എത്രയും പെട്ടെന്ന് പോണം ഇവിടുന്ന്, കാരണം അടുത്ത രണ്ടുപേര് വലിയ എന്തോ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും, സർപ്രൈസ് ആയിട്ടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേണ്. അപ്പൊ അവര് വരുന്നേ മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഗ്ലറിമ വന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലറിനെ വന്നപ്പോഴേ ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കർക്കിടക നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കമോൺ, റെസിപ്പി ഒന്നും ഇനി എന്നോട് ചോദിക്കരുത്, അതൊരു സ്പെഷ്യലാണ്, കാരണം മരുന്ന് പോലെ കഴിച്ചാൽ മതി. ഓക്കെ, കമോൺ നോക്കൂ. സൂപ്പർ, കഴിച്ചു നോക്കൂ. കട്ട് ചെയ്ത് വേണം കഴിക്കാൻ. ഇത് കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇത് കേക്ക് പോലത്തെ ഒരു ഇതാണ്, അടയെന്നും പറയാം, കല്ലെന്നും പറയാം. കഴിച്ചു നോക്കിയാ, കഴിച്ചു നോക്ക്. അടുത്ത ആരോ കൂടെ വന്നിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞ, എനിക്ക് ഇത്രയും കൈപ്പുണ്യൊക്കെ. ദൈവമേ, കണ്ണുവെക്കല്ലേ ഇപ്പൊ എല്ലാം വന്നുള്ളൂ. ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ റെസിപ്പി ഒന്നും ചോദിക്കരുത്, ഞാൻ ക്ലറിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് ചോദിക്കരുത്, വളരെ സീരിയസ് ആയിട്ടാണ്. കർക്കിടക കഞ്ഞിയും കർക്കിടക മരുന്ന് അങ്ങനെ പലതും കഴിച്ചിട്ടില്ലേ, ഇത് കർക്കിടക നൂഡിൽസ്. നോക്കട്ടെ,
റെഡി എട്ടാൻ റെഡി ആയിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. വെന്തതല്ല, ഇതിങ്ങനെയാണ് കർക്കിടക നൂഡിൽസ്. അതെ അതെ, ഇതിങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഇനി ഓരോ പീസായിട്ട് ഇങ്ങനെ 1 2 3 സ്ക്വയറിലോ റെക്ടാങ്കിളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ? കൈ കൊണ്ട് ഇങ്ങനെ ഇപ്പൊ വന്ന് കയറിട്ട് വേഗം ഒന്ന് തായോന്ന്. എത്ര നേരം ഇവിടുന്ന് പോയിട്ട് ഞാൻ റോഷനെ മാത്രം ഉണ്ടായി. ഇപ്പൊ കേറി വന്നുള്ളൂ. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ സെർവ് ചെയ്താലും പറഞ്ഞായിരുന്ന വയ്യാത്ത കുട്ടിയാണ് ഗൈസ്, കുമ്പിടാൻ വയ്യാത്ത കുട്ടിയാണ്. സോഫയിൽ പോയിട്ട് കാലുമേ കാലേറ്റിരിക്കാം. ഓക്കെ, ടൊമാറ്റോ സോസ്. അത് ശരി, ഉള്ളതെടുക്ക്. ടൊമാറ്റോ മതി, ടൊമാറ്റോ മതി മോളെ, ടൊമാറ്റോ മതി. സാമ്പാറും ഇത് എങ്ങനെയുണ്ടോ? എന്ത് നൂഡിൽസാണ്? കർക്കിടക നൂഡിൽസ്. ഓക്കെ, ഞങ്ങളുടെ ഈ തിരക്കിൻ്റെ ഇടയിലാണ്ട് അമ്മച്ചിനും ലില്ലിയാനും കൂടി വിളിച്ചത്. അപ്പോൾ അവരെയും കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. മാത്രമല്ല, ഞാൻ ഇട്ടേക്കണ ഈ നൈറ്റ് റോഷനയുടെ ആണല്ലോ. അപ്പോൾ ഞാൻ ആൻറ്റീനോട് പറയണമായിരുന്നു കേട്ടോ, എൻ്റെ ഡ്രസ്സ് കൂടുതൽ സ്റ്റിച്ച് ചെയ്യണം ലിയാൻ്റെ തന്നെയാണ്. അപ്പോൾ ലിയാനോട് പറയണ, ആൻറ്റി എനിക്ക് ഇതേപോലത്തെ സ്റ്റിച്ച് ചെയ്ത് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എണീറ്റ് നിന്നും കയ്യും കാലും കയ്യും കഴുത്തൊക്കെ കാണിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. ഈ നൈറ്റ് ഇടാൻ നല്ല രസമുണ്ടല്ലോ. എനിക്കിത് ഇട്ടിട്ട് എങ്ങനെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ 1 കിലോ വീണ്ടും കൂടിയത് അവിടെ നിങ്ങൾ വന്നിട്ട് നേരത്തെ വീഡിയോ എടുത്തപ്പോ ആൻറ്റി ഇവിടെ പോയിച്ച് സമയം വൈകി, സൺഡേ. അപ്പൊ എന്തായാലും വീട്ടിൽ പോകണം. കുഞ്ഞുപിള്ളി വീട്ടിലുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കി വിശേഷമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും കൂടി ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ഇവരിവിടെ തന്നെ ഉണ്ടാവും കേട്ടോ.